നമസ്കാരം. ഞാനിന്നൊരു വെറൈറ്റി ചിക്കനാണ് വയ്ക്കുന്നത്, ചിക്കൻ കറി. അത് അങ്കമാലി മാങ്ങക്കറി വയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേറൊരു സ്റ്റൈലിൽ ആണ് ഞാനിന്നവിടെ ചിക്കൻ കറി വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ഇന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കിലോ മീറ്റ് ചിക്കൻ്റെ, പിന്നെ ഒരു തേങ്ങാപ്പാൽ, 2 പാല്, 1 പാല്, കുരുമുളക് പൊടി, ഗരം മസാല, ഇത് 1.5 സ്പൂൺ മുളക് പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇത് ചെറുള്ളി, ഒരു 250 ഗ്രാം ചെറുള്ളി, പച്ചമുളക് കീറിയത്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതിന് നമ്മൾ മുളക് പൊടി കുറച്ചാണ് ചേർക്കുന്നത്. ഇത് നമ്മളെല്ലാം ഇതിലേക്ക് തന്നെ എല്ലാവരും മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. സെറ്റ് ചെയ്തിട്ട് നമ്മൾ 1 മണിക്കൂർ നമ്മൾ വയ്ക്കണം. അതിന് ശേഷമാണ് നമ്മളിത് പാകം ചെയ്യാൻ പാടുള്ളത്. ചെറുള്ളി ഇതെല്ലാം ഇടുന്നു, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ എടുത്ത് വച്ചിരിക്കുന്ന പൊടികൾ. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതിൽ നമ്മൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നാടൻ ചൊറുക്കയാണ്. നാടൻ ചൊറുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിൻ്റെ അല്ല, കരിക്കിൻ്റെയാണ്. ഇത് കുറച്ച് ചേർക്കുക. ഇത് 2-3 സ്പൂൺ ഒഴിക്കുക. നിങ്ങൾക്ക് ഇതിപ്പോൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ എടുത്തിട്ട് ഒരു 3 സ്പൂൺ ഒഴിക്കുക. ഇതിനപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ. വെളിച്ചെണ്ണ ഇത്തിരി നന്നായിട്ട് ഒഴിച്ചാൽ കുഴപ്പമില്ല. വേപ്പില, ഇത് നാടൻ വേപ്പിലയാണ്, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇത്തിരി പൊടി ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇത് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, അല്ലാതെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ അതിൻ്റെ ഒരു സുഖം കിട്ടില്ല. ഇത് ചിക്കനിലേക്ക് ഈ മസാല ഇതൊക്കെ നന്നായിട്ട് പിടിക്കണം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും ഈ പുരട്ടി വെച്ച് കഴിയുമ്പോൾ. നമ്മൾ ഈ മാങ്ങക്കറിക്കൊക്കെ വയ്ക്കുന്ന മാതിരി തന്നെ മാങ്ങക്കറിക്ക് ഇതേപോലെ തന്നെ തിരുമ്മി വയ്ക്കുകയുള്ളൂ. ഇതാണ് എൻ്റെ ഹൈലൈറ്റ്. ഇത് പൊത്തി വെച്ചുകൊണ്ട് 1 മണിക്കൂർ നേരെ ഇരിക്കണം. എന്നാലാണ് ഈ മസാല ഇതെല്ലാം ഇതിലേക്ക് പിടിക്കുകയുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. എന്താ ഒരു സ്മെല്ല്! ഇനി നമ്മൾ ഇതിലേക്ക് 2 പാൽ ഒഴിക്കുകയാണ്. 2 പാൽ ഒഴിച്ച്, ചിക്കനിൽ അല്ലാതെ തന്നെ വെള്ളമുണ്ട്, അതുകൊണ്ട് 2 പാലിൻ്റെ അളവ് കുറച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ കുറേ ഉണ്ടാവും. ഇനി 1 പാൽ ഒഴിക്കാൻ വരുമല്ലോ. 2 പാൽ ഒഴിച്ചു. ഇനി ഇത് ഞാൻ വേവിക്കുകയാണ്. അതായത് കുറച്ച് നേരം നന്നായിട്ട് തിളയ്ക്കുന്നവർ ഫുൾ സ്പീഡിലിടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സിമ്മിലിട്ട് വേവിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ഇത് മൺചട്ടിയിൽ വയ്ക്കണം. എന്നാലാണ് നമുക്കതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരിക. ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, തിളച്ചുകൊണ്ടിരിക്കണം. അതിന് മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് വെള്ളം കുറച്ച് മതിയെങ്കിൽ നമുക്ക് അത് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും കൂട്ടാം.
പിന്നെ ചിലവർ ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു ഇതിൽ കുറച്ച് കോൺഫ്ലവറും മൈദയൊക്കെ ചേർക്കുമ്പോൾ ഇതിന് നല്ല കൊഴുപ്പായിരിക്കും. നമുക്ക് വീട്ടിലാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാൻ 1-ാം പാൽ ഒഴിക്കുകയാണ്. ഒന്നാം പാലൊഴിച്ച് അധികം വേവിക്കണ്ട. ഇപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഗ്രേവി മതിയെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ച് കഴിഞ്ഞിട്ട് വേണം 1-ാം പാലൊഴിക്കാൻ. ഞാൻ കുറച്ച് ഗ്രേവി കൂടുതൽ വേണം, അത് കാരണം ഞാൻ 1-ാം പാലൊഴിച്ച് ഇപ്പോൾ തന്നെ ഞാനിത് വാങ്ങുകയാണ്. ഞാൻ കറി വാങ്ങി വെച്ചു. ഇനി അത് ഒന്ന് താളിക്കണം. കടുക് താളിക്കും. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തിളച്ച് വേണം, ചൂടാവണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇടേണ്ടത് ഉള്ളിയാണ് ഇടേണ്ടത്. അപ്പോൾ കടുക് കരിയില്ല. ഉള്ളിക്കാണെങ്കിൽ കുറച്ച് സമയം വേണമല്ലോ അത് വഴന്നു വരാൻ. വെള്ളം ഇടുക. വെള്ളം കൊണ്ട് ഉടനെ തന്നെ വേപ്പിലിട്ടില്ല. കൊല്ലം പോലെ തന്നെ ഇതിനാക്കി വെച്ച് ഇതാണ് നമ്മുടെ ചിക്കൻ കറി. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് നടക്കും. നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടണം. അതിൻ്റെ മറുപടിയും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.